ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കൊരു ക്വിക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. നിങ്ങൾക്ക് ഇന്നുള്ള മെസ്സേജ് എന്താ നോക്കാം. ഓക്കെ, ഇന്ന് അധികം സമയമില്ല എനിക്ക്. ഓക്കെ, ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന് ഇന്നത്തെ ദിവസം ക്വീൻ ഓഫ് വാൻഡ്സ്, വേൾഡ് ആൻഡ് സ്റ്റാർ. വാവ്. ഓക്കെ, സി ഇവിടെ എനിക്ക് കാണുന്ന മെയിനായിട്ട് നിങ്ങൾ വളരെ ആക്ച്വലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനേക്കാൾ കൂടുതൽ ഐ തിങ്ക് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്. നിങ്ങൾ ജോലിയിലായാലും ശരി, നിങ്ങളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായാലും ശരി, നിങ്ങൾ എന്തെങ്കിലും അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻസ്, കഴിവ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണെന്ന് എനിക്ക് കാണുന്നത്. വളരെ കോൺഫിഡൻറ്റ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ ഒരു റീഡിംഗ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ ഇടയിൽ വെച്ച് എനിക്കത് കട്ടായി പോയി, റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ മേ ബി ഈ മെസ്സേജ് ആയിരിക്കാം നിങ്ങൾക്ക് എത്തേണ്ടത്. അതങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് വളരെ കോൺഫിഡൻറ്റ് ലെവലിൽ എനിക്ക് കാണുന്നുണ്ട്. ആക്ച്വലി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൺഫിഡൻസ് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ എനർജി ആയിരിക്കും മുന്നോട്ട് വരിക. സോ അതിനേക്കാൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കഴിവുകളുണ്ട്, ഒരുപാട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തികളാണ്, കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി ചേർത്ത് നിർത്തി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ നല്ല ക്വാളിറ്റീസ് ഉണ്ട്. ലേഡീസ് ആണെങ്കിലും ശരി, ജെൻസ് ആണെങ്കിലും ശരി. ഓക്കെ, ഇവിടെ നിങ്ങൾ ആ ക്വാളിറ്റീസിനെ ഇന്ന് അത് ഷൈൻ ചെയ്യുന്ന ദിവസമായിട്ടാണ് എനിക്ക് കാണുന്നത്. അത് മറ്റുള്ളവരെ നിങ്ങളെ തിരിച്ചറിയുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. മേ ബി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു കോൺഫിഡൻസ് ഇന്ന് വരുന്നതായിരിക്കും. എൻ്റെ ഇവിടെ നിങ്ങൾക്ക് എന്തും ഇന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. വേൾഡാണ്. സോ അച്ചീവ്മെൻറ്റ് എന്ന് പറയും, സക്സസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യം. സോ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും വർക്കിലായാലും ശരി, നിങ്ങളുടേതായ ടാലൻറ്റഡ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായാലും നിങ്ങൾ എന്തെങ്കിലും ഏറ്റെടുത്ത കാര്യങ്ങൾ, അതിനെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് തീർക്കാൻ സാധിക്കുമെന്ന്, ആ സക്സസ് എന്ന് നിങ്ങൾക്ക് കിട്ടും. ആ സക്സസിൻ്റെ സെലിബ്രേഷൻ എന്ന് നിങ്ങൾ ഫീൽ ചെയ്യും. ഓക്കെ, അതായത് മറ്റുള്ളവർ ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിൽ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. അവർ പറയും യെസ്, എത്ര വളരെ നന്നായിട്ട് നിങ്ങളത് ചെയ്തു എന്നൊരു അപ്രീസിയേഷൻ നിങ്ങൾ കേൾക്കാനിടയാവും. ഈവൻ വീട്ടിൽ നിങ്ങളിപ്പോൾ സപ്പോസ് ജോലി ഇല്ല, ഓക്കെ, വീട്ടിലാണ്, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പോലും ഐ തിങ്ക് ഇന്ന് നിങ്ങൾക്കൊരു വളരെ നല്ല രീതിക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്തെടുക്കാൻ സാധിക്കുന്ന മട്ടിലാണ് കാണുന്നത്. ഇത് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, സപ്പോസ് ഇന്ന് നിങ്ങൾ തോന്നുന്നുണ്ട് ഇല്ല ഞാൻ വളരെ ഡൗൺ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവരും. ഈ എനർജിയിൽ നിന്ന് നിൽക്കൂ നിങ്ങൾ. ഓക്കെ, അത് ശ്രമിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ പറയൂ, എനിക്ക് സാധിക്കും, എനിക്ക് എന്തും ചെയ്തെടുക്കാൻ സാധിക്കും. ഐ ക്യാൻ ഡു ഇറ്റ്. ഞാൻ എനിക്ക് ശ്രമിച്ചാൽ എനിക്ക് എന്തും നേടാൻ എൻ്റെ ഉള്ളിൽ ആ കഴിവുണ്ട്, എനിക്ക് സാധിക്കും എന്ന ഒരു ധൈര്യത്തിൽ നിങ്ങൾ ചെയ്തു നോക്കൂ. ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. ഞാൻ ഇവിടെ സ്റ്റാർന്ന് കാണുന്നുണ്ട്. സോ ഇത് കുറച്ച് റെക്കഗ്നീഷൻ കിട്ടുന്നതായിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേർക്ക് ജോലിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടും. ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രീസിയേഷൻ കിട്ടുന്നതായിട്ട്, അതായത് നല്ല രീതിക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന കാണുന്നുണ്ട്. ഓക്കെ, ഇന്ന് നിങ്ങളെ മറ്റുള്ളവർ പോലും നിങ്ങളുടെ ആ കഴിവിനെ തിരിച്ചറിയുന്നതായിട്ടും, ശരിക്കും നിങ്ങളൊരു സ്റ്റാർ പോലെ ഷൈൻ ചെയ്യുന്നു എന്ന രീതിക്കാണ് എനിക്ക്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ ഭംഗി, ഓക്കെ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. അത് എല്ലാവർക്കും അല്ല പറയുന്ന കേട്ടോ. നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും ഫീൽഡിലാണെങ്കിൽ മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടാലൻസിനെ ഇന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെയുണ്ട്. നിങ്ങൾക്ക് ആ ടാലൻസ് നിങ്ങൾക്ക് ഇന്ന് വളരെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഇതിലാണ് എനിക്ക് കാണുന്നത്. സ്റ്റാർ പോലെ നിങ്ങൾ ഷൈൻ ചെയ്യും എന്ന് പറയാം. എൻ്റെ അത് മാത്രമല്ല ഒരു ഹീലിങ്ങിൻ്റെ എനർജിയാണ്. വളരെ പീസ്ഫുള്ളായിട്ട്, ശാന്തമായിട്ട്. ഓക്കെ, ഈ കോൺഫിഡൻറ്റ് ആക്ച്വലി ക്വീൻ ഓഫ് വാൻഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല കഴിവും നല്ല എന്താ പറയുക എല്ലാം ഉണ്ട്, കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷേ അത് ക്വയറ്റ് കോൺഫിഡൻസ് എന്നാണ് പറയുക. അതായത് അതിനെങ്ങനെ പറഞ്ഞ് നടന്ന് ഇങ്ങനെ ഞാനിങ്ങനെയാണ് എന്നൊന്നും കാണിക്കൊന്നുമില്ല. ഒരു ആ ഒരു എങ്ങനെയത് പറഞ്ഞു തരിക നിങ്ങൾ ആലോചിക്കൂ. ചില വ്യക്തികളുണ്ടാവും അല്ലേ, അവർ കോൺഫിഡൻസ് അവരുടെ നമ്മൾ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റത്തിലൊക്കെ ആയിരിക്കും നമ്മൾ കാണുക. അല്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞിട്ടോ അറിയിച്ചിട്ടോ ഒന്നും ആയിരിക്കില്ല. ഓക്കെ, ആ അങ്ങനെയാണ് ഈ ക്വീൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി. സോ നിങ്ങൾ ഇന്ന് അതുപോലെ ആവുക, അല്ലെങ്കിൽ ഇന്ന് അങ്ങനെയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ഇന്ന് വളരെ എന്തൊക്കെയോ അപ്രീഷിയേറ്റ് ചെയ്യും, കിട്ടുന്ന പോലെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങളുടെ ജോലി സ്ഥലത്താണെങ്കിലും ശരി, നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യും, നിങ്ങളുടെ വർക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തു എന്ന
രീതിക്കായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഓക്കെ, ഏറ്റെടുത്ത വർക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് നിങ്ങൾക്ക് ഒരു സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ചെയ്തു എന്ന രീതിയിൽ. ഈവൻ വീട്ടിലാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും ഒക്കെ ഓക്കെ, എന്താണോ നിങ്ങൾക്ക് ഇന്ന് വളരെ ഒരു ശാന്തമായിട്ടും ഒരു സ്വയം നിങ്ങളൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക ആക്ച്വലി. ഓക്കെ, നിങ്ങളോട് ഗിവ് അപ്പ് ചെയ്യേണ്ട എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇനി ഇങ്ങോട്ട് കുറേ ഫോർവേഡ് നിങ്ങൾ ഇനിയും പോകാനുണ്ട് എന്ന മട്ടിലാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും മെസ്സേജ് ഇവിടെ? നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. പ്രൊമോഷൻ കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ചിലപ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ. ഓക്കെ, കുറച്ച് പേർക്ക് ഈവൻ ഹെൽത്ത് ബെറ്റർ ആവുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു ഫേസ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ കുറെ കൂടി ഒന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ എനർജി വളരെ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ ആണെങ്കിൽ മെയിനായിട്ട് എനിക്കൊരു സെലിബ്രേഷനും ഒരു ഹാപ്പിനെസ്സും അങ്ങനത്തെ രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ കുറച്ച് ഗൈഡൻസ് കൂടി. യൂസ് പോസിറ്റീവ് അഫർമേഷൻസ്. ഞാൻ അപ്പോൾ അതിലെ പറഞ്ഞു, ഇതേ വീണ്ടും വന്നു. ഇത് ഡെയിലി വരുന്നു. ഞാൻ എത്ര ഷഫിൾ ചെയ്തിട്ടപ്പോൾ എടുത്ത് നോക്കൂ. ഓക്കെ, വെൽക്കം ചേഞ്ച് അഗൈൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് മാറ്റങ്ങൾ. ഓക്കെ, ചിലപ്പോൾ ഈ വേൾഡ് എന്ന് പറയുമ്പോൾ ചേഞ്ചസ് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, ചേഞ്ചസ്, മാറ്റങ്ങൾ എന്നും പറയും നമ്മൾ. ചിലത് കംപ്ലീറ്റ്, ചില സൈക്കിൾസ് കംപ്ലീറ്റ് ആവുക എന്ന രീതിക്കാണ്. നിങ്ങളുടെ ലൈഫിൽ ചില സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പുതിയ സൈക്കിൾസ് തുടങ്ങുക എന്ന് പറയും. അപ്പോൾ മാറ്റങ്ങളുടെ ഒരു സമയം എന്നെടുക്കാം. സോ അഗൈൻ ഇവിടെ പറയുന്നുണ്ട്, യൂണിവേഴ്സ് പറയുന്നുണ്ട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് പ്രാക്ടീസ് മെഡിറ്റേഷൻ ഓഫ് കോഴ്സ്. യെസ്, നിങ്ങൾ ഇത് ഹീലിംഗ് എനർജി പറഞ്ഞു. സോ മേ ബി നിങ്ങൾ മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ അതിൻ്റെ ഗുണങ്ങളായിരിക്കാം നിങ്ങൾക്ക് ഈ കാണുന്നത്. ഓക്കെ, കുറേ നിങ്ങൾ സ്വയം ഹീലായിട്ട് വരുന്നുണ്ടാവും. എൻ്റെ ഇവിടെ യൂസ് പോസിറ്റീവ് അഫർമേഷൻസ് വേണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ സ്വയം പറയാം, എനിക്ക് സാധിക്കും, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ ഇനിയും ശ്രമിക്കും, ഞാൻ വീണ്ടും ശ്രമിക്കും എന്ന് അവനവനോട് നിങ്ങൾ പറയാം. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഐ തിങ്ക് എവിടെയോ നിങ്ങൾക്ക് ഇന്നൊരു നല്ല ന്യൂസ് കേൾക്കാനോ ഒരു നല്ല ഒരു എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഓക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.